സമീപം കടലാക്രമണം, 3 സൈനികർ കൊല്ലപ്പെട്ടു. ഇറാൻ അതിർത്തിക്കടുത്തുള്ള സമുദ്രമേഖലയിൽ പട്രോളിംഗ് നടത്തുന്നതിനിടെ പാകിസ്ഥാൻ കോസ്റ്റ് ഗാർഡ് ബോട്ടിന് നേരെ ബലൂച്ച് പോരാളികൾ നടത്തിയ വെടിവെപ്പിൽ 3 സൈനികർ കൊല്ലപ്പെട്ടു. ബലൂചിസ്ഥാൻ മേഖലയിൽ നടക്കുന്ന ഇത്തരത്തിലുള്ള ആദ്യത്തെ ആക്രമണമാണിതെന്ന് സുരക്ഷാ ഉദ്യോഗസ്ഥർ സ്ഥിരീകരിച്ചിട്ടുണ്ട്. പാകിസ്ഥാൻ ഇറാൻ അതിർത്തിക്ക് അടുത്തുള്ള തീരപ്രദേശത്ത് പതിവ് പട്രോളിംഗ് നടത്തുന്നതിനിടെയാണ് ബോട്ടിന് നേരെ വെടിവെപ്പുണ്ടായതും അതിലുണ്ടായിരുന്ന 3 ഉദ്യോഗസ്ഥരും കൊല്ലപ്പെട്ടതും. പാകിസ്ഥാനിൽ നിരോധിക്കപ്പെട്ട വിഘടനവാദി ഗ്രൂപ്പായ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുകയും ഇത് തങ്ങളുടെ പ്രവർത്തനങ്ങളുടെ ഒരു പുതിയ ഘട്ടമാണെന്ന് വിശേഷിപ്പിക്കുകയും ചെയ്തു. കരയിലെ പ്രവർത്തനങ്ങൾക്കൊപ്പം സമുദ്ര അതിർത്തികളിലേക്ക് കൂടി തങ്ങളുടെ സൈനിക തന്ത്രം വ്യാപിപ്പിക്കുന്നത് BLAയുടെ പുതിയ നീക്കമാണെന്ന് BLA പ്രസ്താവനയിൽ വ്യക്തമാക്കിയിട്ടുമുണ്ട്. സുരക്ഷാ സേനയെയും അടിസ്ഥാന സൗകര്യങ്ങളെയും സർക്കാർ സ്ഥാപനങ്ങളെയും സായുധ ഗ്രൂപ്പുകൾ ആവർത്തിച്ച് ബലൂചിസ്ഥാനിലെ ദീർഘകാല കലാപങ്ങൾക്കിടയിലാണ് ഈ പുതിയ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. ആക്രമണത്തിന് പിന്നാലെ തീരമേഖലയിൽ അന്വേഷണം ആരംഭിക്കുകയും സുരക്ഷ വർദ്ധിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. തന്ത്രപ്രധാനമായ തുറമുഖ ജില്ലയായ ഗ്വാദറിന് സമീപമുള്ള തീരദേശ പട്ടണമായ ജീവാനിയിലാണ് സംഭവം നടന്നത്. മേഖലയിലെ പ്രധാന വികസന പദ്ധതികളുമായി ബന്ധപ്പെട്ട അടിസ്ഥാന സൗകര്യങ്ങളെയും സുരക്ഷാ സേനയും വിഘടനവാദികൾ ഇത്തരത്തിൽ ലക്ഷ്യം വെക്കുന്നു. ചൈനീസ് സഹകരണത്തോടെ നിർമ്മിക്കുന്ന ഗ്വാദർ തുറമുഖത്തിന്റെ സുരക്ഷ ഉറപ്പാക്കുന്നതിന് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം വലിയ വെല്ലുവിളിയായി തുടരുന്നുണ്ട്. ഇത്തരത്തിലുള്ള സമുദ്രാക്രമണങ്ങൾ സുരക്ഷാ സാഹചര്യങ്ങൾ കൂടുതൽ സങ്കീർണമാക്കുന്നു. വിഘടനവാദം, തീവ്രവാദം എന്നിവയോടൊപ്പം തന്നെ വിഭാഗീയ അതിക്രമണങ്ങളും മറ്റ് സമാന്തര സുരക്ഷാ വെല്ലുവിളികളും ബലൂചിസ്ഥാൻ നേരിടുന്നുണ്ട്. കഴിഞ്ഞ ഞായറാഴ്ച ക്വറ്റയിൽ ഹസാറ സമുദായത്തിൽപ്പെട്ട 2 പേർ വെടിയേറ്റ് മരിച്ചു, 3 പേർക്ക് പരിക്കേറ്റു. മോട്ടോർ സൈക്കിളിലെത്തിയ അജ്ഞാതരായ തോക്കുധാരികൾ പച്ചക്കറി വ്യാപാരികൾക്ക് നേരെ വെടിയുതിർക്കുകയായിരുന്നു. മാത്രമല്ല, തീരദേശാക്രമണത്തിനെതിരെ സുരക്ഷാ സേന പ്രതികരിക്കുമ്പോഴും ഉൾനാടുകളിൽ അസ്വസ്ഥത തുടരുകയാണ്. ബലൂചിസ്ഥാൻ സംഘർഷങ്ങളുടെ ഒരു കേന്ദ്രമായി തുടരുന്നു. അവിടെ വിഘടനവാദ ആക്രമണങ്ങളും വിഭാഗീയ സംഘർഷങ്ങളും പലപ്പോഴും പരസ്പരം വികസിച്ചുകൊണ്ടിരിക്കുന്നു. അതേ ദിവസം തന്നെ നടന്ന മറ്റൊരു സംഭവത്തിൽ ക്വറ്റയിൽ ഹസാര സമുദായത്തിലെ 2 അംഗങ്ങൾ വെടിയേറ്റ് മരിച്ചു, മറ്റു 3 പേർക്ക് പരിക്കേറ്റു. മോട്ടോർ സൈക്കിളിൽ എത്തിയ തോക്കുധാരികൾ പച്ചക്കറി കച്ചവടക്കാരനെ ലക്ഷ്യം വെച്ചുള്ള ആക്രമണമാണെന്നും ഇത് പ്രദേശവാസികളുടെ പ്രതിഷേധങ്ങൾക്കും റോഡ് ഉപരോധങ്ങൾക്കും കാരണമായെന്ന് പോലീസ് പറഞ്ഞു. അറബ് ന്യൂസ് പ്രകാരം ക്വറ്റ ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഇതുവരെ ഒരു ഗ്രൂപ്പും ഏറ്റെടുത്തിട്ടില്ല. ബലൂചിസ്ഥാൻ ആഭ്യന്തരമന്ത്രി സിയാവുള്ള ലാംഗോവ് സുരക്ഷാ സേനയും പൗരന്മാരും ഭീകരതയുടെ ഭീഷണിയെ സംയുക്തമായി നേരിടുന്നുവെന്ന് പറഞ്ഞു. നിരപരാധികളായ പൗരന്മാരെ കൊലപ്പെടുത്തുന്നവരെ ഒരു കാരണവശാലും വെറുതെ വിടില്ല എന്നും കൂട്ടിച്ചേർത്തിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.